കർമ്മ എന്നൊരു സംഗതിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുണ്ട്. ഇത് അക്ഷരം പ്രതി തെളിയിക്കുന്ന കാഴ്ചകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച അതേ പാരഡി ഗാനം ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. KCA കേത്തിയെ, കേരളമാകെ നാറ്റിയെ എന്ന് തുടങ്ങുന്ന വരികളുമായി സൈബർ പോരാളികൾ കോൺഗ്രസ് കേന്ദ്രങ്ങളെ പഞ്ഞിക്കിടുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്കുള്ള കനത്ത പ്രഹരമായി ഈ പാരഡി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പാര പണിഞ്ഞത് ആരപ്പ, ഗോപാൽജിയാണ് അയ്യപ്പ എന്നും ഉന്നം വെച്ചത് ആർക്കപ്പ, BDSനെ തന്നപ്പ എന്നുമുള്ള വരികൾ കോൺഗ്രസിനുള്ളിലെ ചതിയുടെയും ഗ്രൂപ്പ് പോരിന്റെയും ആഴം വ്യക്തമാക്കുന്നുണ്ട്. 5 കൊല്ലം പാർട്ടിയെ നയിച്ച് തെരഞ്ഞെടുപ്പിൽ പാർട്ടി എത്തിച്ചവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് ഡൽഹിയിലിരുന്ന് ചരടു വലിക്കുന്നവർക്ക് മുഖ്യമന്ത്രി പട്ടം നൽകാനുള്ള നീക്കം കോൺഗ്രസിനെ നാണം കെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പോലും ആകാതെ കോൺഗ്രസ് നേതൃത്വം അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ എത്തുന്നത് തടയാൻ കൂട്ടരാജ്യ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് കോഴിക്കോട് കോട്ടൂർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. ജനവിധി അട്ടിമറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കരുതെന്നാണ് അവരുടെ ആവശ്യം. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ KC വേണുഗോപാൽ തോൽക്കുമെന്നും കമ്മിറ്റി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. സതീശൻ എന്ന വ്യക്തിക്കല്ല, 5 കൊല്ലം നയിച്ചയാൾ എന്ന നിലയ്ക്ക് കഷ്ടപ്പെട്ട് പാർട്ടിയെ വിജയത്തിൽ എത്തിച്ചിട്ട് കറിവേപ്പില പോലെ എടുത്തു കളയുന്നത് ശരിയല്ല. MP-മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ ശേഷം ഒരു MP തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് TP ബൽറാം പറഞ്ഞത്. നേതൃത്വത്തിനെതിരെയുള്ള പോസ്റ്റർ ഭീഷണിക്ക് പിന്നാലെയാണ് കൂട്ടരാജ്യ ഭീഷണിയും ഉയർന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം കാത്തിരിക്കുകയാണെന്നാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതിനുശേഷം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ സാദിഖലി തങ്ങളെ അധികാരപ്പെടുത്തിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതുവികാരം സതീശന് അനുകൂലമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ ലീഗിന്റെ MLA-മാരടക്കം പരസ്യമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ലീഗ് നേതാക്കളുടെ മുന്നറിയിപ്പ്. അധികാരത്തിനു വേണ്ടി ആരെയും ചതിക്കാൻ മടിക്കാത്ത കോൺഗ്രസ് ശൈലിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളം ഇപ്പോൾ കാണുന്നത്. UDF-ലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് പോലും VD സതീശന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ ഡൽഹിയിലെ സ്വാധീനം ഉപയോഗിച്ച് ഭരണം പിടിച്ചെടുക്കാനുള്ള KC വേണുഗോപാലിന്റെ നീക്കം പാർട്ടിക്കുള്ളിൽ വൻ പടലപ്പിണക്കങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വൈകിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ലീഗ് നേതാക്കൾക്കും മുന്നറിയിപ്പ് നൽകേണ്ടി വരുന്നുവെന്നത് UDF-ന്റെ ശോചനീയാവസ്ഥ വെളിപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഡൽഹിയിലും കേരളത്തിലുമായി കോൺഗ്രസ് നേതാക്കൾ വിഴുപ്പലക്കുമ്പോൾ കേരളത്തിന്റെ മതനിരപേക്ഷ മനസാക്ഷിയാണ് വഞ്ചിക്കപ്പെടുന്നത്. അധികാരമോഹം തലയ്ക്ക് പിടിച്ച് സ്വന്തം നേതാക്കൾക്കെതിരെ തന്നെ പാറ പണിയുന്ന കോൺഗ്രസ് BJP-ക്ക് കേരളത്തിൽ ഇടമൊരുക്കി കൊടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ നൽകിയ അവസരം ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് വേണ്ടി ഹോമിക്കുന്ന ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് കേരളം കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഈ ആഭ്യന്തര കലഹം വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ പതനത്തിന്റെ തുടക്കം മാത്രം.